പെരിയാറിന്റെ തീരത്ത് ചരിത്രത്തിന്റെ താളുകളിൽ ഒരു മഹാതുറമുഖം ഉദിച്ചുയർന്നു. മൊസിരിസ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പെരിയാറിന്റെ തീരത്ത് മൊസിരിസ് എന്നൊരു മഹാതുറമുഖമുണ്ടായിരുന്നു. കടലിന്റെ അധിപന്മാരായ അറബികളും സാമ്രാജ്യത്തിന്റെ ശക്തിയുമായി റോമും അവർ മൊസിരിസിലേക്ക് ഒരുമിച്ചൊഴുകി. ഏറെ രാജാക്കന്മാരുടെ ശക്തമായ ഭരണത്തിൻ കീഴിൽ മൊസിരിസ് ലോകവാണിജ്യത്തിന്റെ തലസ്ഥാനമായി മാറി. മൊസിരിസിന്റെ ചന്തകളിലേക്ക് ഒരു പിടി കുരുമുളകിനായി സാമ്രാജ്യങ്ങളുടെ സ്വർണം ഒരു നദി പോലെ ഒഴുകിയെത്തി. ഗ്രീക്കുകാർ കൊണ്ടുവന്നത് വെറും ചരക്കുകളായിരുന്നില്ല, സൗന്ദര്യവും പുതിയ ചിന്തകളുമായിരുന്നു. ഈജിപ്തിലെ തുണിത്തരങ്ങളും ചൈനയിലെ പട്ടുവസ്ത്രങ്ങളും മൊസിരിസിന്റെ തെരുവുകളിൽ ഒന്നിച്ചു. കടലിനെ അറിയുന്നവർ തിരകളെ പേടിയില്ലാത്ത കപ്പലുകൾ ഇവിടെ നിർമ്മിച്ചു. ഇത് മൊസിരിസിന്റെ സ്വന്തം കരുത്തായിരുന്നു. മൊസിരിസിന്റെ കൈകൾ തീർത്ത അമൂല്യ വസ്തുക്കൾ ലോകത്തിന്റെ കൊട്ടാരങ്ങളെ അലങ്കരിച്ചു. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സമ്പത്ത് ആ നഗരത്തെ ഒരു സ്വപ്നഭൂമിയാക്കി മാറ്റി. എന്നാൽ ആ സ്വർണ്ണ നഗരത്തിനുമേൽ പ്രകൃതിയുടെ കറുത്ത നിഴൽ വീണു തുടങ്ങിയിരുന്നു. അവർ പണിതുയർത്തിയതെല്ലാം കൺമുന്നിൽ തകർന്നു വീഴുകയായിരുന്നു. പുഴ അതിന്റെ അതിരുകൾ ലംഘിച്ചു. നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് വെള്ളം ഇരച്ചു കയറി. AD 1341 ആ മഹാപ്രളയത്തിൽ പെരിയാർ ആ സ്വർണ്ണ നഗരത്തെ ഒരു ഓർമ്മ മാത്രമാണ്. ഒരു പകൽ കൊണ്ട് 1000 വർഷത്തെ പ്രതാപം വെള്ളത്തിൽ മുങ്ങിത്താണു. പുഴ അതിന്റെ വഴിമാറി ഒഴുകി. മൊസിരിസിലേക്കുള്ള കവാടം എന്നേക്കുമായി അടഞ്ഞു. അവശേഷിച്ചവർ ആ മണ്ണ് ഉപേക്ഷിച്ചു. അതോടെ മൊസിരിസിന്റെ ആത്മാവും അവിടെ നിന്നും യാത്രയായി. മൊസിരിസ് മണ്ണോട് ചേർന്നു. ആ മഹാതുറമുഖത്തിന്റെ കഥ ഐതിഹ്യങ്ങളിൽ മാത്രം ഒതുങ്ങി.